പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ 15ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവർ, ഇതിനോടകം തന്നെ വിദേശത്തും സ്വദേശത്തും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ദേശങ്ങളിലും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തവരെ ഓർത്ത ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒത്തിരി സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കാനിടയായി. ഡോക്ടേഴ്സ് എല്ലാം ക്യാൻസർ വിധി എഴുതിയ ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം സംസാരിച്ചായിരുന്നു. ഈ സമർപ്പണ പ്രാർത്ഥനയിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് റിസൾട്ടാണ് നൽകിയത്. ആ ചേച്ചിക്ക് ക്യാൻസർ ഇല്ല, ദൈവമാണ് അതിനെടുത്തു മാറ്റിയതെന്ന് ചേച്ചി സാക്ഷ്യപ്പെടുത്തി. ഇതുപോലെ ഒരുപാട് സാക്ഷ്യങ്ങൾ സമർപ്പണ പ്രാർത്ഥനയിലൂടെ കർത്താവ് ചെയ്യുന്നുണ്ട്. ഈ ശുശ്രൂഷയിലേക്ക് 15ാമത്തെ ദിവസത്തെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ബൈബിൾ നമുക്ക് കൈകളിലെടുക്കാം. ബൈബിൾ തുറന്നു പിടിച്ച് കേൾക്കുന്ന വചനങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇടപെടണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ. ഇമ്പമുള്ള ജീവിതവും ഏറേതന മാനങ്ങളും അഭിഷേകം ചെയ്യണമേ, എൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. ഇമ്പമുള്ള ജീവിതവും ഏറേതന മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നീലേടിയൻ. തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നീലേടിയൻ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ ഈശോയേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യേശുവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. കർത്താവേ, അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പൊന്നു മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ആത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ പ്രിയപ്പെട്ട ദൈവജനത്തെ നിറയ്ക്കണമേ. ഗ്ലോറി ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം,
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അവനുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യനും അവൻ്റെ ആയുഷ്കാലം മുഴുവൻ സംതൃപ്തനല്ല, സാറ്റിസ്ഫൈഡ് അല്ല. ഒരു വ്യക്തിയും ഒന്നുകൊണ്ടും സംതൃപ്തനാവുകയില്ല. നമുക്കറിയാം നമ്മുടെ ആഗ്രഹങ്ങൾ പലതാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. ഒരു വണ്ടി വാങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു, പ്രവർത്തിക്കുന്നു. എല്ലാത്തിനും ഒടുവിൽ നമ്മുടെ സ്വപ്നം പൂവണിയാണ്. ആ വണ്ടി നമ്മുടെ കൈകളിൽ കിട്ടി, ഒത്തിരി സന്തോഷമായി വണ്ടി വാങ്ങി. പിറ്റേ ദിവസം വണ്ടി കഴുകുന്നു, എല്ലാവരുടെ മുമ്പിലൂടെ ഓടിക്കുന്നു, വീണ്ടും പൊടി പിടിക്കുമ്പോൾ തുടക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, പഴയതുപോലെ സ്നേഹമില്ല. പിന്നെ വണ്ടി ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുക, മൈൻഡ് ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ്? ആ ആഗ്രഹം കിട്ടിക്കഴിഞ്ഞതോടുകൂടി മനുഷ്യൻ്റെ എല്ലാം പോയി. പിന്നെ അവൻ അടുത്തൊരു ആഗ്രഹമാണ്. ബൈക്ക് വാങ്ങിയവൻ്റെ പിന്നെ അടുത്ത ആഗ്രഹം എന്താ? ഒരു കാറ് വാങ്ങുക. പിന്നെ അത് കഴിയുമ്പോൾ ഒരു വീട് വാങ്ങുക. ഇങ്ങനെ മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ അവസാനം വരെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ആഗ്രഹമാണോ ദൈവത്തിൻ്റെ ആഗ്രഹമാണോ നിറവേറ്റപ്പെടേണ്ടത്? ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ തിരുമനസ്, ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, പല ആഗ്രഹങ്ങളും നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ചിലപ്പോൾ കണ്ണുനീരിലായിരിക്കും. അങ്ങനെ തകർന്നു പോയ പലരുമുണ്ട്. ഒത്തിരി പേര് ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് കടബാധ്യത. ഞാൻ അവരോട് ചോദിക്കാനുണ്ട്, എത്ര രൂപയാണ് കടബാധ്യത? ബ്രദർ 1.5 കോടി രൂപ. ബ്രദർ 50 ലക്ഷം, 30 ലക്ഷം. എത്ര ആലോചിച്ചിട്ടും എങ്ങനെ ഇവര് ഇത്രയും പൈസയിൽ കടഭാരത്താൽ പെട്ടുപോയെന്ന് മനസ്സിലാകും. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ഒരു ഇത്രമാത്രം 1.5 കോടി രൂപയിൽ കടബാധ്യത വന്നത്? അപ്പോഴാണ് പറയുന്നത്, ഒരു വീട് പണിയാൻ നോക്കി, അവിടെ നിന്ന് പൈസ എടുത്തു, പലിശക്കെടുത്തു, തീർക്കാനുള്ള ഇതിൽ എല്ലായിടത്തു നിന്നും വാങ്ങി, പിന്നെ അത് അടക്കാൻ പറ്റിയില്ല, അത് കൂടി പെരുകി ഇന്നിപ്പോൾ 1.5 കോടിയായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, അമിതമായ ആഗ്രഹമാണ്. സാധാരണ ഒരു വീടാണെങ്കിൽ കുഴപ്പമില്ല. ബ്രദർ, എല്ലാ ധ്യാനങ്ങളിലും പറയാറുള്ളൊരു കാര്യമുണ്ട്, നമുക്ക് ജീവിച്ച് കാണിക്കാൻ കുറച്ചു മതി, എന്നാൽ കാണിച്ച് ജീവിക്കാൻ കുറച്ചൊന്നും പോരാതെ വരും. ഇന്ന് പലരും കടബാധ്യതയിലും കടക്കെണിയിലും പെട്ട് തകർന്നു പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അവര് മറ്റുള്ളവരെ കാണിച്ച് ജീവിക്കാൻ നോക്കിയതാണ്. അമിതമായ ആഗ്രഹം, മനുഷ്യന്റെ ആഗ്രഹത്തിന്, അവരുടെ ആഗ്രഹത്തിന് കീഴ്പ്പെട്ടു പോയത് കൊണ്ടാണ്. നമുക്ക് ചില കൺട്രോളിങ് നമുക്ക് വേണം. നമുക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ പുറകെ പോകാൻ പാടില്ല. നമുക്കൊരു കൺട്രോളിങ് വേണം. നമ്മുടെ വീടിനടുത്ത് നമ്മുടെ അയൽവാസി വീടിന് മുകളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങി അത് ചെയ്യരുത്, പിന്നെ കടക്കെണിയിലാകും. ബ്രദർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ആഗ്രഹമോ അവൻ്റെ ഹിതമോ അല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം നോക്കി വേണം നമ്മൾ മുമ്പോട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ. നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എടുക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, അവിടെ 22-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യം. 22-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടത്തെ ഹിതം നിറവേറട്ടെ. പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ എൻ്റെ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. യേശു ഗെത്സമേനിയിൽ ചോര വിയർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത പാട് പീഡകളിലൂടെ കടന്നു പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ, തൻ്റെ പിതാവുമായിട്ടുള്ള ഗാഢമായ ബന്ധത്തിൽ യേശു പറയുന്ന വാക്കുകളാണിത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമെങ്കിലും
എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അതായത് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്, കഴിയുമെങ്കിലൊന്നും മാറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം അത് നിറവേറട്ടെ. നമ്മളെപ്പോഴും പറയേണ്ട കാര്യം ഇതാ, കർത്താവേ, എൻ്റെ ആഗ്രഹം ഇന്നത് ചെയ്യണമെന്നാണ്, എന്നാൽ നിന്റെ ആഗ്രഹം എന്താണോ അത് മാത്രം നിറവേറട്ടെ. കർത്താവേ, ഞാൻ ഇന്ന രാജ്യത്ത് പോയി ജോലി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അയർലാൻഡിൽ പോയി ജോലി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ നിന്റെ ഹിതം എന്താണോ അത് നിറവേറട്ടെ. കർത്താവിൻ്റെ ഹിതം ചിലപ്പോൾ ഓസ്ട്രേലിയ പോകാനായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. കാരണം ദൈവത്തിൻ്റെ ഹിതം നോക്കിയാണ്, ദൈവത്തോട് ആലോചന ചോദിച്ചാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിൻ്റെ സ്വരം കേട്ടിട്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഒരു കാര്യം തീരുമാനമെടുക്കുന്നതെങ്കിൽ, നമ്മൾ ഒരിടത്തേക്ക് പോകുന്നതെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും നടന്നിരിക്കും. അത് മുടങ്ങിപ്പോവില്ല, അവിടെ തകർച്ചയില്ല, അത് സംഭവിച്ചിരിക്കും. കാരണം കർത്താവ് പറഞ്ഞത്, കർത്താവ് അരുൾ ചെയ്തത്, കർത്താവിൻ്റെ ഹിതം, കർത്താവിൻ്റെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയി. പരിശുദ്ധ അമ്മ ദൂതന്റെ മുമ്പിൽ ഇരുന്നപ്പോ പറഞ്ഞു, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. കണ്ടോ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം വാക്യം. ഏത് പെൺകുട്ടിക്ക് പറയാൻ പറ്റും വിവാഹത്തിന് മുന്നേ, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭിണിയാകും, നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഏത് സ്ത്രീ സമ്മതിക്കും? ഇത്രമാത്രം അപമാനിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം ഈ ലോകത്തിലില്ല. എന്നിട്ടും പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ ഹിതം, അവളുടെ ഹിതമല്ല നോക്കിയേ, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അവിടെ സറണ്ടർ ചെയ്തു. എന്താ പറഞ്ഞേ? മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. നമ്മളെപ്പോഴും പറയേണ്ടത്, നമ്മളെപ്പോഴും പറയേണ്ടത് ഇതാണ് പ്രിയപ്പെട്ടവരെ, കർത്താവേ, ഇതാ അങ്ങയുടെ ദാസൻ, ഇതാ അങ്ങയുടെ ദാസി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗം ഒത്തിരി സന്തോഷിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യം ഒരിക്കലും തകർന്നു പോവില്ല, അത് തകർന്നു പോവില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയുകയാണ്. ഞാനൊരു മറൈൻ എഞ്ചിനീയറാണ്. 2012 ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, ഈ 3 സ്ഥലങ്ങളിൽ നിന്ന് മാസം 1 ലക്ഷം രൂപ സാലറിയോടെ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. ആ സമയത്തെ കർത്താവിനെ വിളിക്കുന്നത്, ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ ശുശ്രൂഷനായി മാറി. ഇന്ന് എൻ്റെ ജോലിക്ക് മാസം 4.5 ലക്ഷം രൂപ സാലറിയുണ്ട്. അത് മാറ്റിവെച്ചിട്ടാണ് കർത്താവിന് വേണ്ടി ആ ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹം ഒരു മറൈൻ എഞ്ചിനീയർ ആകണമെന്നായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വചന പ്രഘോഷണമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ കർത്താവിൻ്റെ ഹിതം, ഞാൻ ഒരു വചന പ്രഘോഷകനാകണം, ഒരു സുവിശേഷ പ്രഘോഷകനാകണം, ലോകം മുഴുവൻ നശിച്ചു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ കർത്താവിൻ്റെ ആഗ്രഹം, കർത്താവിൻ്റെ ഹിതം. അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹത്തെ മാറ്റി. കർത്താവിൻ്റെ മുമ്പ് ഞാൻ യേശു പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി. പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ പറയാൻ കഴിയുമെങ്കിലല്ല നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ തുടങ്ങുന്നതൊന്നും നിന്നു പോവില്ല, അവസാനം വരെ കർത്താവ് അത് കൊണ്ടുപോകും. അതുകൊണ്ട് ഈ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, മനുഷ്യർ പറയുന്നത് കേട്ട് തീരുമാനമെടുക്കാതെ, ദൈവഹിതമാണോ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യം, ഞാൻ പഠിക്കാൻ പോകുന്ന ഈ കോഴ്സ്, ഞാൻ പോകാൻ പോകുന്ന രാജ്യം, ഞാൻ ചെയ്യുന്നത്, ഇതെല്ലാം ദൈവഹിതമാണോ, ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് മനസ്സിലാക്കി ദൈവത്തോട് ചോദിച്ചിട്ട് തീരുമാനമെടുത്തോ. കർത്താവ് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് നടത്തിത്തരാൻ നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ഹിതം അറിയുന്ന മക്കളായി നമുക്ക് മാറാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നു കർത്താവേ, 15ാമത്തെ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ, പ്രത്യേകിച്ച് ലോകം മുഴുവനുമുള്ള ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമായിരുന്നുകൊണ്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ എല്ലാവരുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, പഠിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സന്യസ്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള എല്ലാ വിശ്വാസികളെയും, എല്ലാ ജാതി മതസ്ഥരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തളർന്ന് കിടക്കുന്ന രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസികമായി വിഭ്രാന്തിയിലുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തകർന്ന കുടുംബങ്ങളെ അങ്ങ് വീണ്ടും യോജിപ്പിക്കണമേ, പണിയണമേ. ഇങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ, ആക്സിഡന്റിൽ പെട്ട് കിടപ്പിലായി പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഈ സമർപ്പണ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളും ആവശ്യങ്ങളും നിയോഗങ്ങളും സകല കാര്യങ്ങളും അങ്ങ് നടത്തി തരണമേ. അങ്ങയുടെ തിരുഹിതം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറവേറ്റപ്പെടട്ടെ. അതുവഴി ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ ഇത് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ വഴി ഒരു ആത്മാവ് രക്ഷപ്പെട്ടാൽ, ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഷെയർ ചെയ്യുക. എല്ലാവരും ഈ ശുശ്രൂഷ പങ്കെടുത്ത് കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കട്ടെ. ഒപ്പം തന്നെ ഈ മാസം ഏപ്രിൽ മാസം 28 മുതൽ മെയ് 1 വരെ നടക്കുന്ന 18ാമത്തെ ശക്തി എന്ന ധ്യാനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക. സീറ്റുകൾ വളരെ പരിമിതമാണ്. ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്ന 100 പേർക്ക് മാത്രമാണ് പ്രവേശനം. അതുകൊണ്ട് സീറ്റ് ബുക്കിംഗ് തീരാറായിരിക്കുകയാണ്. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് പൊതിഞ്ഞു പിടിക്കുന്ന അത്ഭുതങ്ങളുടെ ദിവസമാണ് ആ സമയങ്ങൾ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വീണ്ടും നാളെ പുതിയ ശുശ്രൂഷകളും പുതിയ കാര്യങ്ങളും വചനങ്ങളുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ കർത്താവിൻ്റെ കരങ്ങളെ നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.